ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ ITI ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ നിരവധി വേക്കൻസികളുമായിട്ട് വരാൻ പോകുന്ന കേരള PSCയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ ആണ് KW ഓപ്പറേറ്റർ അല്ലെ, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഒരുപാട് വേക്കൻസികളിലോട്ട് റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പഠിച്ച നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിയിട്ട് നമുക്ക് ഈ കേരളത്തിൽ തന്നെ സെറ്റിൽ ആവാം. അപ്പോൾ നമ്മുടെ ഈ പുതിയ ഞാൻ പറഞ്ഞില്ല, ഈ വരാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നമുക്ക് മിക്കവാറും ഒരു 3-4 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, എക്സാമും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ മുന്നിൽ സമയമുണ്ട്. പക്ഷെ അതുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നാളേക്ക് മാറ്റി വെക്കരുത്. നമ്മൾ നേരത്തെ ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നല്ലൊരു റാങ്കും നല്ലൊരു പെർഫോമൻസും കാഴ്ചവെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജോലി നേടിയെടുക്കാം. അപ്പൊ നമ്മളിതാ ഈ പറഞ്ഞ KW ഓപ്പറേറ്ററിന്റെ, അതായത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൽ ഡിപ്ലോമ ITI ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്കും വേണ്ടിയിട്ടുള്ള KW ഓപ്പറേറ്ററിന്റെ പുതിയ ഓൺലൈൻ ബാച്ച് ഈ വരുന്ന May 7th നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത് ഓൺലൈനാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ സൈലത്തിന്റെ ക്യാമ്പസിൽ വന്ന് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓൺലൈൻ കോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ വരാൻ പോകുന്ന KW ഓപ്പറേറ്റർ എക്സാമിന് നല്ലൊരു റാങ്ക് നേടാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളായിരിക്കും. അപ്പൊ ഈ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ കേൾക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ വരുന്നത് 200+ അവേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ഒരു 2-3 മണിക്കൂർ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, പഠിച്ചാൽ മാത്രം പോരാ, പിന്നെന്താ, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പരിചയപ്പെടണം. പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസുകളെ, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എക്സാംസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളെ അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഓപ്പറേറ്റർ ലെവൽ സിലബസിൽ വേറെ ഒരുപാട് എക്സാംസുകൾ നടന്നിട്ടുണ്ടാവും, ISROയിലും RRBയിലൊക്കെ ആയിട്ട്. അപ്പൊ അവിടെയൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയാണ്, അപ്പൊ നമ്മളെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടണം. അപ്പൊ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, പ്രീവിയസ്ലി PSCക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസുകളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ KW ഓപ്പറേറ്റർ പോലുള്ള എക്സാംസുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത് ഏതായിരിക്കും, ITL ലെവൽ ടെക്സ്റ്റ് ബുക്കായ നിമി ബേസ്ഡ് എന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതുപോലെ എന്താണ്, ക്വസ്റ്റ്യൻസുകൾ ഒരുപാട്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടാനും അതുപോലെ നമ്മുടെ എക്സാമിന്റെ ടൈം മാനേജ്മെന്റിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണ്, റെഗുലർ ആയിട്ട് നമ്മൾ ടെസ്റ്റുകൾ എഴുതണം അല്ലെ. നമ്മൾ ഓരോ ക്ലാസ്സുകൾ, ഓരോ ടോപ്പിക്കുകൾ തീരുന്ന അതിന്റെ ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ, അവസാനം മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി നമ്മളൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന എക്സാംസിന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകാൻ. അപ്പോൾ നമ്മൾ നല്ലൊരു അവസരമാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് ഈ വർഷം പാസ് ഔട്ട് ആകുന്ന ITI ഡിപ്ലോമ ബിടെക്കുകാർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, KW ഓപ്പറേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്ക് എക്സാമും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അവസാനം വെച്ച് ആ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ഒരുപാട് റിവിഷൻ ഒക്കെ ചെയ്ത് എക്സാംസുകളൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ എക്സാമിന് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബേസിക്സ്, ഇപ്പൊ നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അത്ര ഒരു നല്ല രീതിയിലായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഒരു പേടിയും വേണം, നമ്മൾ വളരെ ബേസിക് ലെവലിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫീഡ്ബാക്ക്, എന്ത് റിവ്യൂസ് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ക്ലാസ്സുകൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും, റെഗുലർ ആയിട്ട് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഫീ നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു KW ഓപ്പറേറ്ററിന്റെ ലാസ്റ്റ് സിലബസ് അനുസരിച്ച് നമുക്ക് 50 മാർക്ക് ഇലക്ട്രിക്കലും 50 മാർക്ക് മെക്കാനിക്കലും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ എന്റെ ടോപ്പിക്ക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്റെ ടോപ്പിക്ക് 3,999 ഫീസിനാണ്, വളരെ കുറഞ്ഞൊരു ഫീസിനാണ് നമ്മൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 പേർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9995-100-800. അപ്പൊ മറക്കണ്ട, നമ്മൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് നല്ല വേക്കൻസിയിൽ വിളിക്കുന്ന, കുറച്ച് കൊല്ലങ്ങൾ കൂടുമ്പോൾ വിളിക്കുന്ന ഒരു പോസ്റ്റാണ് KW ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ അവസരങ്ങൾ നമ്മൾ തട്ടിക്കളയരുത്, അതിലോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിന്റെ കൂടെ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന നല്ലൊരു അവസരമാണ് ഈ ഒരു എക്സാം. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക, ഗവൺമെന്റ് ജോലി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കേരള PSCയിൽ ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ
നിങ്ങൾക്ക് പറ്റിയ ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രിപ്പറേഷൻസുകൾ സ്റ്റാർട്ട് ചെയ്യുക. സോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്യുക, നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു.